എഴുപതുകളിലെ മലയാള സിനിമയുടെ സൗന്ദര്യധാമമായിരുന്നു വിജയശ്രീ. വിടർന്ന കണ്ണുകളും ചുരുളൻ തലമുടിയും അഴകൊത്ത ചിരിയും വിജയശ്രീയെ മലയാള സിനിമയുടെ മർലിൻ മൺറോ എന്ന വിളിപ്പേരിനുടമയാക്കി. ഒരു പേടമാനെ കണ്ടു. എന്നിട്ടെവിടെ തോക്കുമായി താഴെ നിൽക്കുന്നു. അയാൾ നമ്മുടെ ശമ്പളക്കാരനാ. അനാവശ്യം പറഞ്ഞാൽ ഞാൻ വെടിവെക്കും. താൻ എന്തുവാ കുഞ്ഞിനോട് അനാവശ്യം പറഞ്ഞത്? കുഞ്ഞോ? നിങ്ങളുടെ നാട്ടിലെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയാണോ? വിജയശ്രീയുടെ മികച്ച ചിത്രങ്ങളായിരുന്നു അങ്കത്തട്ട്, ആരോമലുണ്ണി, പൊന്നാപുരം കോട്ട എന്നിവ. മക്കൾ അറിഞ്ഞില്ലേ, അച്ഛൻ പൊന്നാപുരം കോട്ടയ്ക്ക് പുറപ്പെടുന്നു കേളുമൂപ്പനെ നേരിടാൻ. അമ്മ കരുതിയോ അച്ഛനെ ഞങ്ങൾ പോകാൻ വിടില്ലെന്ന്? അതെ, അച്ഛൻ തിരിച്ചെത്തുമ്പോൾ മോക്ക് എന്താ കൊണ്ടുവരേണ്ടത്? കാളികാവിലെ വേലിക്കണിയാൻ നാദപുരത്ത് അങ്ങാടിയിൽ നിന്നും ഒരു നാഗമാല. മോക്ക് കല്യാണപ്പന്തലിൽ കഴുത്തിനടിയും ചെയ്യാം. കന്നിക്കോ? അഭിനയിച്ച മിക്ക ചിത്രങ്ങളിലും നായകൻ പ്രേംനസീറായിരുന്നു. ഇങ്ങോട്ടൊരു പശു കയറുമായിട്ട് ഓടിപ്പോയോ? കയറില്ലാതെ ഒരു പശു വിരണ്ടു വന്നു. എന്നാ കയറ് പൊട്ടിച്ചതായിരിക്കും. എങ്ങോട്ടാ പോയത്? ദാ നിൽക്കുന്നു. കളിയാക്കുന്നു. ചക്കെന്ന് പറഞ്ഞ തുക്കം ഇങ്ങോട്ട് വാമങ്ങളെ. എന്നാങ്ങളെ ഇപ്പോഴാ നിങ്ങളുടെ പശു കയറും പൊട്ടിച്ചോണ്ട് ഇതിലെ ഓടിപ്പോയത് അറിയാമോ? അയ്യോ, ഒന്ന് പിടിച്ചു തരാമോ? പുണ്യം കിട്ടും. എനിക്ക് ഓടി ഓടി വയ്യ. മനസ്സിനകത്തൊരു പാലാഴി, ഒരു പാലാഴി മതിച്ചു തുള്ളും മോഹത്തിരകൾ, മലർന്നുര ചൊരിയും വർണ്ണത്തിരകൾ, അന്നം തിരകൾ, ഒന്നും തിരകൾ, ആലോലം തിരകൾ. അതുപോലെ അഭിനയിച്ച ചിത്രങ്ങൾ എല്ലാം തന്നെ ഉദയ സ്റ്റുഡിയോയുടെ ബാനറിലുമായിരുന്നു. കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും വിജയശ്രീ തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കണ്ണിൽ ഓടും പുതുവെള്ളം, അത് കട്ടിൽ മേലെ കഥ ചൊല്ലും. झूल गई आज मेरी बाहों में, मैंने तकदीर बसा ली निगाहों में, मेरी तन्हाई को खुशियों से बसाया तुमने, कौन हो तुम? മലയാള സിനിമയിലെ വൈകാരികമായ ചിത്രീകരണങ്ങളിലൂടെ, പ്രത്യേകിച്ച് പ്രേം നസീറിനൊപ്പം അഭിനയിച്ചതിലൂടെ വിജയശ്രീ ശ്രദ്ധിക്കപ്പെട്ടു. ആഡംബരപൂർണമായത് എന്നും മനോഹരമായത് എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന അവരുടെ പ്രകടനങ്ങൾ പ്രേക്ഷകരിൽ ആഴത്തിൽ പ്രതിധ്വനിക്കുകയും അവരുടെ സൗന്ദര്യവും കരിഷ്മയും വ്യാപകമായി ആഘോഷിക്കപ്പെട്ടപ്പോൾ അവരുടെ വൈകാരികമായ അഭിനയവും അവർക്ക് അംഗീകാരം നേടിക്കൊടുത്തു. ഇതുവരെ ഒന്നും സംസാരിച്ചില്ല, ഇനിയൊന്നും പറയാനില്ലേ? ഐ ലവ് യു. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. മുഹബത്ത്, പ്രേമം, കാതൽ, ലവ്. സഹ്യാദ്രി താനുക്കു നൽകിയ സൗന്ദര്യ ദേവത നീ, സംക്രമ പുലരികൾ അണിയിച്ചൊരുക്കിയ സങ്കല്പദേവത നീ. നടി ആത്മഹത്യ ചെയ്തെന്നായിരുന്നു ആദ്യം പ്രചരിച്ച വാർത്തകളെങ്കിലും കൊലപാതകമായിരുന്നു എന്ന രീതിയിലും വാർത്തകൾ പിറകെയെത്തി. എന്റെ പൊന്നുറാണി, ഈ പട്ടിയെ കൊണ്ട് ഒന്ന് പുറത്തേക്ക് പോകാം. പിന്നെ വേറൊന്നും വേണ്ടേ? ചേച്ചി പോയിക്കോളൂ, മമ്മിക്ക് ഞാൻ കഞ്ഞി കൊടുക്കാം. വേണ്ട വേണ്ട, നീ നിന്റെ പട്ടിയെ കളിപ്പിച്ചോണ്ട് നടന്നേച്ചാ മതി. എന്താ, ചേച്ചിയുടെ മാത്രം മമ്മിയാണോ? എന്റെ മമ്മിയാ. എന്നാലും എന്റെ പൊന്നു മോളെ, ഞാൻ ഈ കഞ്ഞി ഒന്ന് കുടിച്ചോട്ടെ. ഓ, അല്ലെങ്കിലും മമ്മിക്കും ചേച്ചിയോടാ ഇഷ്ടം. ഞാൻ പോയേക്കാം. ഇങ്ങനൊരു പെണ്ണ് ഇവളൊരാണായി ജനിക്കേണ്ടതായിരുന്നു. സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ തിളങ്ങി നിന്ന സമയത്ത് തന്റെ 21ാം വയസ്സിലായിരുന്നു വിജയശ്രീയുടെ ആത്മഹത്യ. പാർവണ ചന്ദ്രമുഖീലി മയങ്ങൊരു പാരിദാര കൊടി പോലെ
വിജയശ്രീയുടെ മരണകാരണം ഇന്നും ദുരൂഹമായി തുടരുന്നതിനിടയ്ക്കാണ് നായിക എന്ന ചിത്രത്തിലൂടെ സംവിധായകൻ ജയരാജ് വിജയശ്രീയുടെ മരണകാരണം കൊലപാതകമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചത്. എന്റെ ജീവിതം നിങ്ങൾ നശിപ്പിച്ച് ഞാൻ എന്തോ ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? തിയേറ്ററിലോടുന്ന പടത്തിൽ എന്റെ ഇനി ഇവിടെ ഒരു പെണ്ണിന്റെ കണ്ണീര് വീഴ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. ഇനി എന്താ ചെയ്യുന്നത്? ഇപ്പൊ ഞാനും നീ മാത്രമല്ലേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. മൂന്നാമതൊരാൾ ഇത് അറിയരുത്. ഒരുപാട് പണം തന്നപ്പോ ഞാൻ മുതലാളി പറഞ്ഞ അനുസരിച്ചു. പൊന്നാപുരം കോട്ട എന്ന സിനിമയുടെ ചിത്രീകരണ വേളയിൽ വിജയശ്രീയുടെ നീരാട്ട് രംഗങ്ങൾ ക്യാമറയിലാക്കുമ്പോൾ വസ്ത്രം ഒഴുക്കിൽപ്പെട്ടത് വിവാദമായിരുന്നു. വിജയശ്രീയുടെ സമ്മതമില്ലാതെ ആ രംഗം നിർമ്മാതാവ് ചിത്രീകരിക്കുകയും പിന്നീട് ആ രംഗങ്ങൾ സിനിമയിൽ വരികയും ചെയ്തു. വള്ളിയൂർക്കാവിലെ കന്നിക്ക് വയനാടൻ പുഴയിലിന്നാറാട്ട്, കൂടെ കുളിക്കാൻ ഇളം കാറ്റ്, കുരവ വിളിക്കാൻ മുളം കാട്, ചോലക്കുളിര് ഞൊറിഞ്ഞു ചുറ്റി നീലക്കാർ കൂന്തലഴിച്ചുലമ്പി, നിറതാളി തേച്ചു മെഴുക്കിളക്കി, നീരാട് കണ്ണീ നീരാട്. ഈ രംഗങ്ങൾ കാട്ടി നിർമ്മാതാവ് നടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങിയതിനെ തുടർന്നാണ് വിജയശ്രീ ആത്മഹത്യ ചെയ്തത്. ചെറിയൊരു ഉപകാരം ഇങ്ങോട്ടും വേണ്ടേ? വിജയശ്രീയെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്ത ശേഷം ലിപ്സ്റ്റിക്കിൽ സയനൈഡ് തേച്ച് നിർമ്മാതാവ് കൊല്ലുന്നതായിട്ടാണ് ജയരാജിന്റെ നായികയിൽ ചിത്രീകരിച്ചത്. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഒട്ടനവധി പുരസ്കാരങ്ങൾ നേടിയെടുക്കുമായിരുന്ന കലാപ്രതിഭ ആയിരുന്നു വിജയശ്രീ. കുറുമൊഴിമുല്ല പൂങ്കാറ്റിൽ രണ്ടു കുവലയ പൂക്കൾ വിടർന്നു. കുറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കിയാക്കിയാണ് വിജയശ്രീ ഈ ലോകത്തോട് വിട പറഞ്ഞത്. കുളിരുന്നോ? പാവം. നക്ഷത്ര കണ്ണുള്ള സുന്ദരി പെണ്ണേ, നാടൻ പൈങ്കിളി പെണ്ണേ, കണ്ടാൽ നല്ല കലാകാരി, എന്റെ കരളിൽ നീയൊരു കാന്താരി, കരളിൽ നീയൊരു കാന്താരി കാന്താരി.